ടി ദിലീപ് കേസിൻ്റെ ജഡ്ജ്മെൻറ്റ്, അതിൻ്റെ ആ ഒരു വിധിപ്പകർപ്പെല്ലാം പുറത്തു വന്നു, എല്ലാവർക്കും കിട്ടി. വിശകലനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അതിനിടയിൽ മാർട്ടിൻ്റെ വീഡിയോകൾ വരുന്നു. അങ്ങനെ വീണ്ടും ഒരു വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഈ വിധിപ്പകർപ്പ് പുറത്തു വന്നതിന് ശേഷം ദിലീപ് നിരപരാധിയാണെന്ന ഇത് കുറച്ചുകൂടെ ബലപ്പെട്ടതായിട്ടാണ് ദിലീപിൻ്റെ ഭാഗം പറയുന്നവർ പറയുന്നത്. ഈ ദിലീപ് ആ കുറ്റം ചെയ്തില്ല, കുറ്റം ചെയ്തതായിട്ട് തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു. ഇപ്പോൾ ദിലീപിനെ ഏത് വിധേനയും ശിക്ഷിക്കണം എന്നാഗ്രഹിച്ച ആൾക്കാർ ആ ഒരു കച്ചിത്തുരുമ്പിൽ കയറിപ്പിടിക്കുന്നു. തെളിവില്ല, അതുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടുന്നേ ഉള്ളൂ. നിരപരാധിയാണെന്ന് പറഞ്ഞല്ല വെറുതെ വിട്ടിരിക്കുന്നത്. നിരപരാധിയാണെന്ന് ഒരു കോടതിയും വിധിക്കാറില്ല. എല്ലാ ക്രിമിനൽ കേസുകളിലെയും ജഡ്ജ്മെൻ്റ് എടുത്ത് നോക്കിക്കോളൂ. പ്രതിക്കെതിരെയുള്ള കുറ്റം സംശയാതീതമായിട്ട് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതിനാൽ പ്രതിയെ കുറ്റവിമുക്തനാക്കുന്നു. ഇങ്ങനെയാണ് കോടതി എഴുതാറുള്ളത്. അല്ലാതെ കോടതി ആർക്കും സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല. ഇയാൾ നിരപരാധിയാണ്, നിഷ്കളങ്കനാണ്, രാജാ ഹരിശ്ചന്ദ്രൻ്റെ ഏകദേശം അനിയനായിട്ട് വരും, ഇങ്ങനെയൊന്നും ഒരു കോടതിയും എഴുതുകയില്ല. അപ്പോൾ ഈ എഴുതാത്തത് കൊണ്ട് ആളുകൾക്ക് നാശനഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ ദിലീപിനെ ഉപദ്രവിക്കുന്ന പോലെ ആൾക്കാരെ ഉപദ്രവിക്കും. ഇതിൽ ഉപദ്രവിക്കപ്പെട്ട് കെണിയിലാകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു ക്രിമിനൽ കേസിൽപ്പെട്ടാൽ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാളെ പിരിച്ചുവിടും, സർവീസിൽ നിന്ന് പിരിച്ചുവിടും. ഇയാൾ സർവീസിൽ നിന്ന് പുറത്തായി, ജോലി പോയി. പക്ഷേ ട്രയൽ കഴിഞ്ഞപ്പോൾ ഇയാളുടെ പേരിൽ കുറ്റം സംശയാതീതമായിട്ട് തെളിഞ്ഞില്ല. അതുകൊണ്ട് കോടതി ഇയാളെ വെറുതെ വിട്ടു. അപ്പം ന്യായമായിട്ടും ഇയാളെ സർവീസിൽ തിരിച്ചെടുക്കണ്ടേ? സർവീസിൽ തിരിച്ചെടുക്കില്ല. അവർ പറയുന്നത്, ഗവൺമെൻറ്റുകൾ പറയുന്നത്, തെളിവില്ലാത്തതുകൊണ്ട് നിങ്ങളെ വെറുതെ വിട്ടുന്നേ ഉള്ളൂ, നിങ്ങൾ നിഷ്കളങ്കനാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങളെ സർവീസിലെടുക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പം ഇതിനെന്താ പരിഹാരം? അപ്പോൾ ഒരാൾ ഹൈക്കോടതിയിൽ, ഞാൻ ആദ്യമായിട്ട് മദ്രാസ് ഹൈക്കോടതിയിലാണത് കാണുന്നത്, അതിന് മുമ്പ് അത് സംഭവിച്ചു കാണും എനിക്കറിയില്ല. ഞാൻ ശ്രദ്ധിക്കുന്നത് ഒരു 10-18 വർഷം മുമ്പ് മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ജഡ്ജ്മെൻറ്റ് വന്നു. ഒരാളിതുപോലെ കോടതി എന്നെ വെറുതെ വിട്ടതാണ്, പക്ഷേ എന്നെ സർവീസിലെടുക്കുന്നില്ല. ഇതാണ് കാരണം. അതുകൊണ്ട് ഇത് പരിഹരിച്ചു തരണം. കോടതി നോക്കിയപ്പോൾ ന്യായമാണ്, ഇയാൾ വാസ്തവത്തിൽ പാവമാണ്, ഇയാളെ ആരോ കെണിയിൽ പെടുത്തി നിൽക്കുക. അപ്പോൾ കോടതി ഒരു പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചു, ഓണറബിൾ അക്വിറ്റൽ. പ്രതിയെ അക്വിറ്റ് ചെയ്തു എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ. അപ്പോൾ അക്വിറ്റൽ ഓണറബിൾ അക്വിറ്റലാണോ അല്ലയോ എന്ന് ആ ജഡ്ജ്മെൻറ്റ് നോക്കിയിട്ട്, ജഡ്ജ്മെൻറ്റിൻ്റെ ശരി തെറ്റുകളല്ല, ജഡ്ജ്മെൻറ്റ് മൊത്തത്തിൽ വിലയിരുത്തിയിട്ട് ഈ മനുഷ്യൻ ഓണറബിൾ അക്വിറ്റലിന് അർഹനാണോ എന്ന് ഹൈക്കോടതി തീരുമാനിക്കും. അർഹനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സംശയത്തിൻ്റെ ആനുകൂല്യമൊന്നുമല്ല, സംശയത്തിൻ്റെ ആനുകൂല്യവും കിട്ടിയിട്ടുണ്ട്, പക്ഷേ മൊത്തത്തിൽ വിലയിരുത്തി കഴിഞ്ഞാൽ ഈ മനുഷ്യൻ നിഷ്കളങ്കനാണ്, ഓണറബിൾ അക്വിറ്റലിന് അർഹനാണ്. അതുകൊണ്ട് ഓണറബിൾ അക്വിറ്റൽ കൊടുത്ത ആളുകളെ തിരിച്ച് സർവീസിൽ പ്രവേശിപ്പിക്കണം എന്ന് കോടതി ഗവൺമെൻറ്റിന് നിർദ്ദേശവും കൊടുത്തു. അങ്ങനെ ഇയാൾ സർവീസിൽ തിരിച്ചു കയറി. അതിനുശേഷം ഇത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ശീലമായി. അവരെല്ലാവരും ഓണറബിൾ അക്വിറ്റലിന് ശ്രമിക്കും. ചിലർക്കൊക്കെ കിട്ടും, ചിലർക്ക് കൊടുക്കില്ല. ഞാൻ കോടതി പറയും, നിങ്ങൾ ഓണറബിൾ അക്വിറ്റലൊന്നും നടത്താനുള്ള ഇതില്ല, മറ്റ് രീതിയിൽ തെളിവുകൾ തെളിഞ്ഞിട്ടില്ല, സംശയമുണ്ട്, അതിൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടി, അങ്ങനെ തട്ടിമുട്ടിയൊക്കെ നിങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്, അതിൽ കവിഞ്ഞ ഒരു സ്റ്റാറ്റസ് നിങ്ങൾക്ക് തരാൻ സാധ്യമല്ല. അയാളുടെ ജോലി പോയത് തന്നെ. ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇപ്പോൾ ദിലീപിൻ്റെ കേസിൽ ഒരു ഓണറബിൾ അക്വിറ്റൽ കിട്ടില്ല. ഇപ്പോൾ ദിലീപ് ശ്രമിച്ചു എന്ന് വെച്ചോ, എനിക്കൊരു ഓണറബിൾ അക്വിറ്റൽ വേണം. കോടതി പറയും, ഓണറബിൾ അക്വിറ്റൽ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ദിലീപിന് സർക്കാർ ഉദ്യോഗമൊന്നും അല്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾക്ക് ഓണറബിൾ അക്വിറ്റൽ? അല്ല, എന്നെപ്പറ്റി ആൾക്കാർ അപവാദം പറയുന്നു. അതിപ്പോൾ എത്രയോ പേരെ പറ്റി പോയി, ഞങ്ങളെപ്പറ്റി, കോടതിയെപ്പറ്റി അപവാദം പറയുന്നു. അതുകൊണ്ട് അപവാദം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഓണറബിൾ അക്വിറ്റൽ ഞങ്ങൾ തന്നു കഴിഞ്ഞാൽ അവരടുത്ത അപവാദം പറയും, ഞങ്ങളെ കൂടെ ചേർത്ത് പറയും.
അതുകൊണ്ട് ഓണറബിൾ അക്വിറ്റലൊന്നും സാധ്യമല്ല എന്ന് പറയും. ഇതാണ് നിയമത്തിൻ്റെ സെറ്റപ്പ്, അങ്ങനെയാണ്. ബട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത്, വിവാദമായ ഒരു കേസിലാണല്ലോ ആൾക്കാരെല്ലാം അഭിപ്രായം പറയുന്നത്. നമ്മൾ അഭിപ്രായം പറയുമ്പോൾ സത്യസന്ധമായിട്ട് ജഡ്ജ്മെൻ്റ് എടുത്ത് വെച്ച് പറയുക. ജഡ്ജ്മെൻറ്റിൽ നിങ്ങൾക്ക് സംശയമുള്ള ഭാഗം പറയുക, ഈ ഒരു ഫൈൻഡിങ് ശരിയല്ല, അങ്ങനെ എടുത്ത് പറയാൻ ഒന്നുമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദിലീപിനെ എതിർക്കുന്ന ആരും തന്നെ ജഡ്ജ്മെൻ്റ് ഉപയോഗിക്കുന്നില്ല. ജഡ്ജ്മെൻ്റ് കള്ളത്തരാണ്, ജഡ്ജി കള്ളിയാണ്, കള്ളനാണ്, ഇതാണ് അവരുടെ പോയിൻ്റ്. ജഡ്ജ്മെൻ്റ് എടുത്ത് സംസാരിക്കേണ്ടത്. എന്തുകൊണ്ട് കള്ളത്തരം, എവിടെയാണ് കള്ളത്തരം കാണിച്ചത്? ഇത് കണ്ട, ഇത് ക്രിസ്റ്റൽ ക്ലിയറാണ്, എന്നിട്ടും ഈ തെളിവ് അവർ അഡ്മിറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് പോലും ഇല്ല. ഇവർ 7 സ്ഥലത്ത് വെച്ച് ഗൂഢാലോചന നടത്തി എന്നാണ് പറയുന്നത്. ഈ 7 സ്ഥലത്തും ദിലീപും പൾസർ സുനിയും ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഗൂഢാലോചന നടത്തി എന്ന് തെളിയിക്കാൻ ഇവർക്ക് സാധിച്ചില്ല. അപ്പോൾ ഇവരെന്ത് പറഞ്ഞു? ഗൂഢാലോചന തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണെന്നല്ലേ ഉള്ളൂ, തെളിയിക്കാൻ പറ്റില്ല എന്നില്ലല്ലോ. എനിക്ക് ഈ ഗൂഢാലോചന തെളിയിക്കാൻ പ്രയാസമാണെന്നല്ല വലിയ വലിയ വക്കീലന്മാർ തന്നെ പറയും. 120B ഗൂഢാലോചന തെളിയിക്കാൻ പ്രയാസമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അറിയാം. ഈ പ്രയാസമുള്ള കാര്യം പ്രയാസപ്പെട്ട് ചെയ്യേണ്ട ജോലിയാണ് പോലീസിനുള്ളത്. അല്ലാതെ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണപ്പോൾ എന്ന് പറഞ്ഞ് പോലീസുകാരൻ വെറുതെ ഇരുന്ന് എന്ത് ചെയ്യും? കേസൊക്കെ തെളിയിക്കാൻ പ്രയാസമൊക്കെയാണ്, പ്രതിയെയൊക്കെ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. തോടൊക്കെ ചാടി, അയാളുടെ വീട് തന്നെ ഒരു ഏടാവിടം പിടിച്ച സ്ഥലത്താണ്, അവിടെ ഒന്നും പോകാൻ കഴിയില്ല. ഒരു കാര്യം ചെയ്യാം, അയാൾ ഇവിടെ വന്ന് കീഴടങ്ങട്ടെ, അന്നേരം ഞാൻ നോക്കാം, ഇങ്ങനെ പറഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുമോ? അപ്പോൾ ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ ജോലിയാണ് ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതിന് തെളിവ് കണ്ടെത്തുക എന്നുള്ളത്. ഗൂഢാലോചന ഉണ്ടെങ്കിൽ തെളിവ് കണ്ടെത്തുകയും ചെയ്യും. ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ, പ്രയാസമാണ്, ബട്ട് കണ്ടെത്താം. ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത്യപൂർവമായിട്ട് ചിലപ്പോൾ രക്ഷപ്പെട്ടൊക്കെ പോയെന്ന് വരും. അതല്ലാതെയുള്ള ഗൂഢാലോചനകളൊക്കെ പിടിക്കപ്പെടുന്നുണ്ട്. ഈ ക്രിമിനൽ കേസുകൾ ക്ലോസ്ലി ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് അറിയാം. മറിച്ച് തർക്കിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗൂഢാലോചന തെളിയിക്കാൻ പരാജയപ്പെട്ട കേസുകളുണ്ട്. ഈ കേസുകൾ ഇവരുടെ മനസ്സിലിങ്ങനെ നിൽക്കും. എന്നിട്ടൊരു ഒപ്പീനിയൻ ഫോം ചെയ്യും. ഗൂഢാലോചനയാണോ, അതൊന്നും തെളിയിക്കാൻ നടക്കില്ലെന്നേ. സിനിക്കായിട്ട് മാറും ഉള്ളിൽ. നമ്മൾ ഈ ബസ് സ്റ്റോപ്പിൽ ചെല്ലുമ്പോൾ ബസ് കിട്ടില്ല, എപ്പോൾ വന്നാലും ഇങ്ങനെയാണെന്ന് പറയും നമ്മൾ. വാസ്തവത്തിൽ പലതവണ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയ സംഭവങ്ങൾ, നല്ല കാര്യങ്ങൾ മറന്നു പോവുകയും നമ്മളെ കുത്തി നോവിച്ച കാര്യങ്ങൾ ഓർമ്മ വയ്ക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ തലച്ചോറിനുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും കഴിഞ്ഞ കാലത്തെ വേദനകൾ മുഴുവൻ ഓർത്തു വയ്ക്കുന്നതും കഴിഞ്ഞ കാലത്തെ നല്ല അനുഭവങ്ങൾ ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ തന്നെ അത് വലിയ കാര്യമാണോ എന്ന് പറഞ്ഞ് തള്ളിക്കളയുക. ഇങ്ങനെ ഇതുപോലെയാണ് ഈ ഗൂഢാലോചന വക്കീലന്മാരൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ഗൂഢാലോചനയാണ്, നടക്കില്ല. എത്രയോ കേസുകളിൽ ഗൂഢാലോചന തെളിഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ തന്നെ തെളിഞ്ഞിട്ടുണ്ട്, ദിലീപ് കേസിൽ. ഇപ്പോൾ കൂട്ടബലാത്സംഗമായത് എങ്ങനെയാണ്? ഇവർ കൂട്ടമായിട്ട് പ്ലാൻ ചെയ്ത് ഒരാൾ ബലാത്കാരം ചെയ്തു, അങ്ങനെയാണ് കൂട്ടബലാത്സംഗമാകുന്നത്. അത് ഗൂഢാലോചനയാണ്. അതിനുള്ള ശിക്ഷ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ശിക്ഷ കൺകറൻ്റായിട്ട് അനുഭവിച്ചാൽ മതി എന്ന് പറയുന്നതിനകത്ത് ഈ ശിക്ഷയുണ്ട്. അപ്പോൾ ഗൂഢാലോചന തെളിയില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഏത് വിധേനയും ദിലീപിനെ കുരുക്കുക അതൊരു നല്ല കാര്യമല്ല. മാർട്ടിൻ്റെ വീഡിയോ, ആ വീഡിയോ പഴയതാണ് അല്ലേ? പഴയ വീഡിയോ ആണ്. എന്നിറങ്ങിയതാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ട്രയലിന് മുമ്പ് ഇറങ്ങിയ വീഡിയോ ആണ്. കാരണം ആ വീഡിയോയിൽ ചോദ്യകർത്താവ് ചോദിക്കുന്നു, ഇത് കോടതിയിൽ പറയുമല്ലോ, പിന്നെ ഞാനത് കോടതിയിൽ പറയും. വാസ്തവത്തിൽ മാർട്ടിൻ ഇതൊന്നും കോടതിയിൽ പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് മാർട്ടിൻ കോടതിയിൽ പറയണ്ടേ? ഞാൻ നിരപരാധിയാണ്, ഇങ്ങനൊരു സംഭവം എൻ്റെ വണ്ടിയിൽ നടന്നിട്ടില്ല, ഞാനാണ് വണ്ടി ഓടിച്ചത്, ഇതുണ്ടായിട്ടില്ല എന്ന് വാദിക്കണ്ടേ? വാദിച്ചില്ല. വാദിച്ചിട്ട് കോടതി അത് തള്ളിക്കളഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. യു ആർ നോട്ട് സക്സസ്ഫുൾ, യു അറ്റംപ്റ്റഡ് ബട്ട് യു കുഡ് നോട്ട് സക്സീഡ്. ഇതങ്ങനെയല്ല, വാദിച്ചിട്ടേ ഇല്ല. കോടതി തുടക്കത്തിൽ തന്നെ ആദ്യത്തെ അനാലിസിസ് ഒക്കെ കഴിഞ്ഞിട്ട്
ഈ കോടതി പറയുന്നു ഈ റേപ്പിൽപ്പെട്ട 6 പേര്, അക്യൂസ് നമ്പർ 1 മുതൽ അക്യൂസ് നമ്പർ 6 വരെ, ഇവർ സീരിയസ് ആയിട്ട് റേപ്പ് ഇല്ല എന്ന് വാദിച്ചിട്ടില്ല. കോടതി തന്നെ പറയുന്നു, ദേ ഡിഡ് നോട്ട് ഡിഫെൻഡ് ഇറ്റ്. ഇൻസ്റ്റഡ് അവർ ചെയ്തത് ചില്ലറ ഡീറ്റെയിൽസിലെ വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. പാൻറ്റിന് സിബുണ്ടായിരുന്നോ, അണ്ടർ ഗാർമെൻസിൻ്റെ നിറം വെള്ളയും നീലയും വരെയായിരുന്നോ അതോ അതിന് ബ്ലാക്ക് കലർന്നിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ട്രിവിയലായ കാര്യങ്ങൾ. ഇതൊന്നും കോടതിയിൽ വലിയ സാധനമൊന്നുമില്ല. പിന്നെ ഫോറൻസിക് റിപ്പോർട്ടിൽ 1-2 സംശയങ്ങൾ. ഇതൊക്കെ ഈ മാർട്ടിൻ പറഞ്ഞത് സത്യമായിരുന്നെങ്കിൽ മാർട്ടിൻ ഇങ്ങനെ വാദിച്ചിരുന്നു എന്ന് വയ്ക്കുക കോടതിയിൽ, ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല, ഞാനും നിരപരാധിയാണ്, ഈ പറഞ്ഞ ആൾക്കാരും നിരപരാധിയാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ചാടിക്കേറി ആ വാദത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ആരായിരിക്കും? ദിലീപിൻ്റെ വക്കീലായിരിക്കും. ദിലീപിൻ്റെ വക്കീൽ രാമൻപിള്ള സാറാണ്. രാമൻപിള്ള സാറിൻ്റെ എമിനൻസിനെ പറ്റി ആർക്കും തർക്കമില്ല. കിട്ടിയ അവസരം രാമൻപിള്ള സാർ കളയുക. കാരണം ഈ റേപ്പേ നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഗൂഢാലോചനയില്ല, ഒരു ചുക്കുമില്ല. അതോടെ ദിലീപ് രക്ഷപ്പെട്ടു. അപ്പോൾ ദിലീപിന് രക്ഷപ്പെടാൻ കിട്ടിയ ഒരു ചാൻസ് രാമൻപിള്ള സാർ വെറുതെ കളയുക. പക്ഷേ രാമൻപിള്ള സാർ അത് ചെയ്തില്ല, കാരണം മാർട്ടിൻ അത് പറഞ്ഞിട്ടില്ല. പിന്നെ രാമൻപിള്ള സാറിന് എന്ത് ചെയ്യാൻ പറ്റും? മാർട്ടിൻ ഇത് കോടതിയിൽ പറയാത്തത് എന്താ? അറിയില്ല. മാർട്ടിൻ അവർ പറയുന്നു അക്യൂസ് നമ്പർ 2 ഡിഡിൻറ്റ് ഈവൻ ചലഞ്ച് ഹിസ് അറസ്റ്റ്. ഇപ്പോൾ പൾസർ സുനിയൊക്കെ അറസ്റ്റ് തന്നെ ഇല്ലീഗലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നുണ്ട്. എന്നെ കോടതിയിൽ നിന്ന് പിടിച്ച് വലിച്ചഴച്ചു എന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ ആ സംഭവം. അതൊക്കെ നിയമപരമല്ല, അതുകൊണ്ട് അറസ്റ്റ് നിയമപരമല്ല എന്നൊക്കെ പറഞ്ഞങ്ങ് പറയുന്നുണ്ട്. മാർട്ടിൻ ഇതൊന്നും പറയുന്നില്ല. അത് കോടതി പ്രത്യേകം പറയുന്നു. മാർട്ടിൻ ഡിഡിൻറ്റ് ഈവൻ ചലഞ്ച് ഹിസ് അറസ്റ്റ്. അറസ്റ്റാണല്ലോ ആദ്യത്തെ സംഭവം. അറസ്റ്റ് പോലും ചലഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ അതിന് ശേഷമുള്ള കാര്യം ചലഞ്ച് ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ മാർട്ടിന് വക്കീലുണ്ടായിരുന്നതാണ്. എല്ലാ പ്രതികൾക്കും വക്കീലന്മാരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മാർട്ടിൻ ഈ കഥയൊക്കെ വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞു കാണും. വക്കീൽ പറഞ്ഞു കാണും, ഈ പൊട്ടത്തിലൊന്നും അവിടെ പോയി എഴുന്നള്ളിക്കണ്ട, ഒരു കാര്യം ചെയ്യും, ഞാൻ ശിക്ഷ കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം, സാർ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം, സാർ എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്. മനസ്സിലായി, പക്ഷേ ഈ പറഞ്ഞ കഥയൊന്നും പറഞ്ഞാൽ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല, അത് കൂടുതൽ കുഴപ്പമാകും, മൊത്തം കേസിൽ നീ ഒന്നുകൂടെ കുഴപ്പത്തിലാകും. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് അവതാ പറഞ്ഞിട്ട് ശിക്ഷ ഏറ്റവും കുറച്ച് ഞാൻ വാങ്ങിച്ചു തരാൻ ശ്രമിക്കാം, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ മാർട്ടിന്. ഇതൊക്കെ വ്യക്തമായിട്ടല്ലേ ഇരിക്കുന്നു. ഒന്നാമത് ഈ റേപ്പ് ഈ ജഡ്ജി കൺഫേം ചെയ്തിട്ട് ശിക്ഷിക്കുന്നത് ഈ വീഡിയോയുടെ പേരിലല്ല, ഫോറൻസിക് മെറ്റീരിയലിൻ്റെ പേരിലാണ്. ആ കാറിൽ നിന്ന് താഴെ നമ്മളെ കാല് ചവിട്ടുന്ന സ്ഥലത്ത് മാറ്റൊക്കെ, അതിൽ നിന്ന് കിട്ടിയ സ്രവങ്ങൾ, ഡ്രസ്സിൽ ഉണ്ടായിരുന്ന സ്രവങ്ങൾ, നടിയുടെ ഷർട്ടിൽ, പാൻറ്റിൽ, പൾസർ സുനിയുടെ പാൻറ്റിൽ, ഇതെല്ലാം ഈ ഡ്രസ്സെല്ലാം കളക്ട് ചെയ്തതിൻ്റെ സാമ്പിൾ ഫോറൻസിക് ലാബിൽ അയച്ച് അവർ കൺഫേം ചെയ്ത് പിന്നെ DNA ടെസ്റ്റ് നടത്തി ഇത് പൾസർ സുനിയുടെ ആണ്, ഇത് നടിയുടെ ആണെന്നൊക്കെ ഉറപ്പ് വരുത്തി. ഇതെല്ലാം കഴിഞ്ഞ് ഫുൾ പ്രൂഫായ ഒരു കേസാണത്, റേപ്പ് കേസ്. സോ അതിനിപ്പോൾ വിഷ്വൽ വേണമെന്നൊന്നുമില്ല. എത്ര റേപ്പ് കേസിൽ വിഷ്വലുണ്ട്? അപ്പോൾ നമ്പർ 2 ഇവർ ചോദിക്കുന്നത് വിഷ്വൽ എടുത്തത് എന്തിന്? വിഷ്വൽ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കുമല്ലോ എടുത്തത്, അയാളെ കാണിക്കാനായിരിക്കുമല്ലോ. അല്ലാതെയും വിഷ്വൽ എടുക്കാം. ഏകദേശം എല്ലാ റേപ്പ് കേസിലും ഇപ്പോൾ വിഷ്വൽ എടുക്കുന്നുണ്ട് ഇല്ലേ? ഇപ്പോൾ പ്രശസ്തമായിട്ട് ലൈവായി കേരളത്തിൽ നിൽക്കുന്ന 2 കേസുണ്ട് റേപ്പിൻ്റെ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേരിൽ. ആ 2 കേസിലും പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഉപദ്രവിച്ചു, അശ്ലീല വീഡിയോ എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. എന്തിനെടുത്തു? അപ്പോൾ അതാരുടെ കൊട്ടേഷൻ? അവിടെ ആർക്കും ചോദ്യമില്ല, അത് കൊട്ടേഷനൊന്നുമല്ല. ഒരു റേപ്പിസ്റ്റ് റേപ്പ് ചെയ്ത് അതിൻ്റെ വീഡിയോ എടുക്കുന്നത് ജനറലി ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ്. 2ാം റേപ്പിന് ഞാൻ വിളിക്കുന്ന സ്ഥലത്ത് വന്നില്ലെങ്കിൽ ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടും. ഇതിൽ ഒരുമാതിരിപ്പെട്ട പെൺകുട്ടികൾ പരിഭ്രമിച്ചു പോകും. ഒരു തവണയോ പോയി, ഇനിയിപ്പോൾ 2ാം തവണ പോയില്ലെങ്കിൽ ഇയാളിത് പരസ്യപ്പെടുത്തും. ആ കൺഫ്യൂഷനിൽ
ചില പെൺകുട്ടികൾ ശരി ആയിക്കോട്ടെ ഞാനോ പെട്ടുപോയി എന്ന് വിചാരിച്ചു പോകും. ചിലർ പോവില്ല, അവർ കേസിന് പോകും, ഫൈറ്റ് ചെയ്യും. ചിലർ നിശബ്ദമായിട്ട് പിൻവാങ്ങും. ഇങ്ങനെ പല രീതിയിലാണ് മനുഷ്യർ റേപ്പിനോട് പ്രതികരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ പ്രതികരിച്ചു. ഈ നടി അവരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അവരെന്തുകൊണ്ട് ഒച്ച വെച്ചില്ല? ഈ ചോദ്യമൊക്കെ കോടതിയിൽ വരുന്നുണ്ട്. അവരിത്രയും എഡ്യൂക്കേറ്റഡാണ്, എമിനൻ്റാണ്, വെൽ നോൺ ആണ്. അപ്പോൾ ഈ സമയത്ത് മാത്രമല്ല, വളരെ ലൈവായിട്ടുള്ള ഈ രാത്രി കളമശ്ശേരി ഇവിടെ ഇപ്പോൾ ഒരുപാട് ലൈറ്റും വണ്ടിയും ആളും ഒക്കെ ഉള്ള സ്ഥലങ്ങളല്ലേ. നിങ്ങൾ നിലവിളിച്ചിരുന്നെങ്കിലോ? അവർ പറഞ്ഞു ഞാൻ നിലവിളിച്ചാൽ പുറത്ത് കേൾക്കില്ല. കാരണം പൾസർ സുനിയും മാർട്ടിനോട് പറഞ്ഞു ചില്ലെല്ലാം പൊക്കി വയ്ക്ക്, സെൻട്രൽ ലോക്കിഡ് വണ്ടിയുടെ. എനിക്ക് വണ്ടിയുടെ ഡോർ തുറക്കാൻ പറ്റില്ല, ചില്ല് തുറക്കാൻ പറ്റില്ല, രണ്ട് കൈയും രണ്ട് പേര് പിടിച്ചിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിലവിളിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ഫോൺ അവർ തട്ടിപ്പറിച്ചു, എനിക്ക് ഫോൺ ചെയ്യാൻ നിർവാഹമില്ല. മാത്രമല്ല ഐ ആം ഡാം ഷോക്ക്ഡ്. ആ സമയത്ത് നിലവിളിച്ചപ്പോൾ ഒച്ച പുറത്ത് വരില്ല, നമുക്ക് സങ്കല്പിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ ക്രൂരമായിട്ടാണ് ഇത് ചെയ്തത്. എന്നിട്ട് മാർട്ടിൻ പറയുന്നത് ഇത് നടന്നിട്ടേ ഇല്ല എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ഫോറൻസിക് എവിഡൻസും സംഗതിയൊക്കെ ഉണ്ടായിട്ട്, എന്നാൽ ഇത് നടന്നിട്ടില്ല എന്ന് ബാക്കി പ്രതികളും കൂടെ പറയണ്ടേ. പൾസർ സുനിയും പറയുകയാണ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല, അത് ഇവിടുത്തെ ഗോവയിലെ വീഡിയോ ആണ്, ബോംബെയിലാണ് പറയണ്ടേ. അത് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ 6 പേരുള്ളതിൽ ഒരാൾ മാത്രം നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കാനാണ്? എന്ത് വിശ്വാസ്യതയാണ് അതിന്? അത് ഇപ്പോൾ ഈ ദിലീപിൻ്റെ ഭാഗം വാദിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ അവർ സമർത്ഥമായിട്ട് മാർട്ടിൻ്റെ ഈ പഴയ വീഡിയോ എടുത്തിട്ട് അങ്ങ് പ്രചരിപ്പിച്ചപ്പോൾ മറ്റേ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞാൽ അവൾക്കൊപ്പം ഒന്നുമല്ല, ദിലീപിനെതിരെ എന്നേ അർത്ഥമുള്ളൂ. ഇവർക്കിത് വലിയ അടിയായി. ഇതിനിപ്പോൾ എന്ത് മറുപടി പറയും? അതിന് മറുപടി ജഡ്ജ്മെൻറ്റാണ്. പക്ഷേ ജഡ്ജ്മെൻറ്റ് ജന്മം ചെയ്താൽ ഇവർ വായിക്കുകയില്ല, തൊടുകയില്ല. അവൾക്കൊപ്പം നിൽക്കുന്നവരുടെ ഒരു കുരിശ് കണ്ട് ചെകുത്താനെ പോലെ അവർക്ക് വിറവൽ വരും ജഡ്ജ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ. ദേ ഡോണ്ട് വാണ്ട് ടു റീഡ് ജഡ്ജ്മെൻറ്റ്. അതാണ് അവൾക്കൊപ്പം നിൽക്കുന്നവരുടെ ദൗർബല്യം. ഇപ്പുറത്താണെങ്കിലോ ഇവർ പലരും ഇത് യഥാർത്ഥമാണെന്ന് വിശ്വസിക്കുന്നു. മാർട്ടിൻ പറഞ്ഞു, പിന്നെ മാർട്ടിൻ എന്താ പുണ്യാളനാണ്, അയാൾ പറഞ്ഞു വിശ്വസിക്കാൻ. ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോ, മെയിൻ സ്ട്രീം മീഡിയയിൽ വരുന്ന ആർഗ്യുമെൻറ്റ്സ്, ഇതൊക്കെ എടുത്തിട്ടാണ് ഇത് കോളമായത്. ഇവരുടെ തുറുപ്പ് ചീട്ടായിരുന്നല്ലോ ബാലചന്ദ്രകുമാർ. ബാലചന്ദ്രകുമാറിൻ്റെ തെളിവുകളൊക്കെ തള്ളിപ്പോയത് എങ്ങനെയാണെന്നറിയാം. ബാലചന്ദ്രകുമാർ പുള്ളി അയച്ച വാട്സാപ്പ് മെസ്സേജുകൾ അത് ഇതൊക്കെ കാറ്റഗറൈസ് ചെയ്തു, പ്രത്യേക ഫയലാക്കി. വായുജിത്തിന് അയച്ച മെസ്സേജുകൾ, വായുജിത്ത് തിരിച്ചയച്ച മെസ്സേജുകൾ, മോഹൻദാസിന് അയച്ച മെസ്സേജുകൾ, മോഹൻദാസിൻ്റെ മറുപടികൾ, 4 ഫയലായി. ഇത് വേറൊരു ഡിവൈസിൽ, മൊബൈലിൽ നിന്ന് വേറൊരു ഡിവൈസിലെടുത്തിട്ട് വേർഡ് ഫയലോ PDF ഫോർമാറ്റോ ആക്കി കൺവേർട്ട് ചെയ്ത് ഡേറ്റൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ അതൊരു ഡെസ്ക്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഇത് കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി. കോടതി പറഞ്ഞു, അല്ല എത്ര തവണ ഈ ഫയലിൽ തിരുമതി നടത്തി? അല്ല അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടെടുത്ത് ഇവിടെ നിന്ന് അത് വോയിസ് ക്ലിപ്പ് അടക്കം ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. വോയിസ് ക്ലിപ്പ് മുഴുവനില്ല. ഇതെങ്ങനെ എവിഡൻസ് ആയിട്ട് എടുക്കും? നിങ്ങൾ എഡിറ്റ് ചെയ്ത് ഫയൽ നമ്പർ ഇട്ട് ഡേറ്റ് ആ ഡേറ്റ് ചകഞ്ഞെടുത്തിട്ട് ആ ഡേറ്റ് അതിന് മുകളിൽ എഴുതി ഇങ്ങനെ മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞു. ഇത് കൂടാതെ കോടതി ഇയാളുടെ വിശ്വാസ്യത, എന്തുകൊണ്ട് ഇയാളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ആ പോർഷൻ മാത്രം ഞാനൊന്ന് വായിക്കാം. ഈ മനുഷ്യൻ അവകാശപ്പെടുന്നതേ പുള്ളിയാണ് ദിലീപിന് ഇത് വാങ്ങിച്ചു കൊടുത്തത്, ബെയിൽ വാങ്ങിച്ചു കൊടുത്തത് ബാലേന്ദ്രകുമാറാണെന്ന് പുള്ളി അവകാശപ്പെടുന്നു. പ്രോസിക്യൂഷൻ്റെ കേസ് എന്താണെന്നറിയാമോ? ദിലീപ് ജയിലിൽ പോയ ദിവസം ബാലേന്ദ്രകുമാർ നിരാശനായി. അതോടെ ആ ബന്ധം അവസാനിച്ചു. ബാലേന്ദ്രകുമാർ പിക്ക് പോക്കറ്റ് എന്നൊരു സിനിമ, അതിൽ ദിലീപ് അഭിനയിക്കണം എന്ന് പറഞ്ഞാണ് ദിലീപിനെ ആദ്യം കാണുന്നത്, ബന്ധമൊക്കെ തുടങ്ങുന്നത്. ബാലേന്ദ്രകുമാറിന് മനസ്സിലായി ഈ മനുഷ്യൻ വെറുതെ എന്നെ ഇട്ട് നടത്തി കളിപ്പിക്കുകയാണ്, എന്നെ കുരങ്ങ് കളിപ്പിക്കുക, എന്നെ കൊണ്ട് വേണ്ടാത്ത പണിയൊക്കെ ചെയ്യിപ്പിക്കും, ബട്ട് എൻ്റെ സിനിമ മാത്രം മുന്നോട്ട് പോവില്ല. അത് മനസ്സിലാക്കിയിട്ട് അതിനുശേഷം അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നു.
ബാലേന്ദ്രകുമാറിനെ വിസ്തരിക്കുമ്പോൾ ബാലേന്ദ്രകുമാർ പറയുന്നു ദിലീപിന് ജാമ്യം വാങ്ങിച്ചു കൊടുത്തത് ഞാനാണെന്ന് പറയുന്നു. ഈ ബന്ധം ഉപേക്ഷിച്ചു എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞ ആൾ ദിലീപിന് വേണ്ടിയിട്ട് അരയും തലയും മുറുക്കി ജാമ്യത്തിന് ഞാനാണ് ഇറങ്ങിയതെന്ന് അയാൾ ക്ലെയിം ചെയ്യും. അപ്പോൾ എന്താ, ഒന്നുകിൽ പ്രോസിക്യൂഷൻ്റെ വിശ്വാസ്യത പോയി, ബാലേന്ദ്രകുമാറിൻ്റെ വിശ്വാസ്യത പോയി, രണ്ടുപേരുടെയും വിശ്വാസ്യത പോയി. അതുകൂടാതെ ബാലേന്ദ്രകുമാർ പറയുകയാണ്, അങ്ങേര് ഈ കോണ്ടാക്റ്റഡ് മിസ്റ്റർ കോലിയാക്കോട് എൻ കൃഷ്ണൻ നായർ ടു ചേഞ്ച് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം or to make sure that the prosecution supports granting of bail to accused number 8 ദിലീപ്. കൊലിയാക്കോട് കൃഷ്ണൻ നായർ വഴി ഒന്നുകിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ മാറ്റും, അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയിൽ ദിലീപിന് അനുകൂലമായ നിലപാടെടുക്കണം. ഇത് കൊലിയാക്കോട് വഴി ചെയ്യും. എന്താ അങ്ങനെ കൊലിയാക്കോടിൻ്റെ അടുത്ത് പോകാൻ കാരണം? കൊലിയാക്കോട് എൻ കൃഷ്ണൻ നായർ ഈസ് ദ പേഴ്സൺ ഹൂ ഈസ് ദ ക്ലോസ് അസോസിയേറ്റ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ. പിണറായി വിജയനെ സ്വാധീനിക്കാൻ പറ്റിയ ആളാണ് കൊലിയാക്കോട് കൃഷ്ണൻ നായർ. ഇത് കഴിഞ്ഞിട്ട് ഹി ഓൾസോ ക്ലെയിം ദാറ്റ് ഹിസ് ഓപ്പറേഷൻ വയ ട്രിവാൻഡ്രം ഈസ് ലൈക്ലി ടു ബി സക്സസ്ഫുൾ. ഈ റൂട്ട് സക്സസ്ഫുൾ ആകും. പക്ഷേ ഹി ക്ലെയിം ദാറ്റ് ഹി ട്രൈ ടു ഓപ്പൺ എ ന്യൂ റൂട്ട് ത്രൂ VHP വയ ചെന്നൈ. വിശ്വ ഹിന്ദു പരിഷത്ത് വഴി ചെന്നൈയിൽ ഓപ്പറേറ്റ് ചെയ്തു. VHP ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ VHP എന്നാണ് അടിച്ചിരിക്കുന്നത് ജഡ്ജ്മെൻറ്റിൽ. വിശ്വ ഹിന്ദു പരിഷത്തായിരിക്കും. അതൊരു വെൽ നോൺ സംഘടന ആയതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽ കോടതി അടിക്കാത്തത്. മാത്രമല്ല ഇങ്ങേരുടെ പൊങ്ങച്ചവും കൂടെയാണല്ലോ. അക്കോർഡിംഗ് ടു ഹിം, എങ്ങനെയാണ് ചെന്നൈ ഓപ്പറേഷൻ? ദ ഇൻ്റർവെൻഷൻ ഓഫ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് മിസ്റ്റർ O. പന്നീർസെൽവം അന്ന് ആൻഡ് ദ ഇൻ്റർവെൻഷൻ ഓഫ് ദ ദെൻ കേരള ഗവർണർ ഓൾസോ വാസ് സെക്യൂർഡ്. അന്നത്തെ കേരള ഗവർണർ P. സദാശിവം. O. പന്നീർസെൽവം തമിഴിനാണ്, P. സദാശിവം തമിഴിനാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇവരെയൊക്കെ ബാലേന്ദ്രകുമാർ വിളിച്ചിട്ട്, സദാശിവൻ ചേട്ടാ എന്താ പോലെ ചേട്ടാ ഒരു ജാമ്യം ഒന്ന് സംഘടിപ്പിക്കണമല്ലോ. ഓ അതാർക്കാം? ദിലീപിന്. ഞാൻ സംസാരിക്കും. ആരാ ജഡ്ജി? ആരാ അവിടെ? ST. അത് ബാലേന്ദ്രകുമാർ പറയുന്നുണ്ട്. ജഡ്ജിയുടെ പേര് പറയുന്നില്ല. ക്യാപിറ്റൽ ST. ST എന്നാണ് ജഡ്ജിയുടെ പേര്. തലശ്ശേരി വിൽ സ്പീക്ക് ടു അങ്കമാലി. ഇതൊക്കെ ഇതിലുണ്ട് ജഡ്ജ്മെൻറ്റിൽ. ഞാൻ ഈ ഒരുപാട് സമയമെടുക്കും, അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. തലശ്ശേരിയിലെ ഒന്നുകിൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ സെഷൻസ് ജഡ്ജി അങ്കമാലി മജിസ്ട്രേറ്റിനോട് സംസാരിക്കും. അങ്കമാലിയിലെ മജിസ്ട്രേറ്റാണ് ആദ്യം ഈ കേസ് ഹാൻഡിൽ ചെയ്തിട്ട് പിന്നെ സെഷൻസിലേക്ക് കമ്മിറ്റ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്കമാലി മജിസ്ട്രേറ്റിനെ സ്വാധീനിക്കും. ഇവരെല്ലാം STയോട് സംസാരിക്കും. പിന്നെ STയോട് സംസാരിക്കുന്നത് അമിത് ഷായാണ്. അത് ശരി. The message will show that, according to Balendra then Kerala Governor Justice P. Sadashivam helped Mr. Amit Shah, the Union Home Minister, to avoid life imprisonment. And as part of his gratitude, Justice P. Sadashivam was given the post of Kerala Governor. ജസ്റ്റിസ് സദാശിവം എങ്ങനെ കേരള ഗവർണറായി എന്നുള്ള രഹസ്യം ബാലേന്ദ്രകുമാർ ഈ കോടതിയിൽ വെളിപ്പെടുത്തി. നമുക്കാർക്കും ഇതായില്ലായിരുന്നു. അതായത് ഏതോ കേസിൽ ജീവപര്യന്തം തടവ് കിട്ടുമായിരുന്നു അമിത്ഷായ്ക്ക്. അപ്പോൾ അന്ന് സദാശിവം സുപ്രീം കോടതിയിലുണ്ട്. അമിത്ഷാ നേരെ സദാശിവത്തെ വിളിച്ചു. സദാശിവം ചേട്ടാ എന്താടാ നിന്നെക്കൊണ്ട് തോറ്റല്ലോ ചേട്ടാ, എന്നെ ജീവപര്യന്തം കിട്ടും. ഞാൻ വിളിച്ചു. ആരാ അവിടെ ജഡ്ജി? ആരാ? അതാ സെൻഗുപ്തയാണ്. അതാ പൊക്കം കുറഞ്ഞവനല്ലേ കഷണ്ടി, ഞാനിപ്പോൾ തന്നെ വിളിച്ചു പറയാം. ഉടനെ സദാശിവം സെൻഗുപ്തയെ വിളിച്ചു. എടോ താൻ എന്താ ചെയ്യാൻ പോകുന്നത്? അല്ല സാറ് പറയുന്ന പോലെ ചെയ്യാം. എന്നാൽ പിന്നെ അയാൾ വെറുതെ വിട്. അങ്ങനെ വെറുതെ വിട്ടു. ഈ കക്ഷി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി. അപ്പോൾ സദാശിവത്തിന് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടേ? പുള്ളി സദാശിവത്തെ കേരള ഗവർണറാക്കി. ഇങ്ങനെയാണ് സദാശിവം കേരള ഗവർണർ. നമുക്കൊക്കെ പൊട്ടന്മാരാണ്, നമുക്കറിയില്ല ഈ കഥ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സദാശിവം പറഞ്ഞാൽ അമിത്ഷാ കേൾക്കും, അമിത്ഷാ പറഞ്ഞാൽ സദാശിവം കേൾക്കും. അന്യോന്യം ഉപകാരം ചെയ്തവരാണ്. ഈ രണ്ടുപേരും ബാലേന്ദ്രകുമാർ പറഞ്ഞാലും കേൾക്കും. അപ്പോൾ ബാലേന്ദ്രകുമാർ ഫോൺ എടുത്തിട്ട് നേരെ അമിത്ഷായെ വിളിക്കുന്നു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ ബാല പറ. അല്ല അത് ഇങ്ങനെ ദിലീപിനൊരു ജാമ്യം, ഇത്രയല്ലേ ഉള്ളൂ. ആരോട് സംസാരിക്കണം? STയോട്.
STയോടും പറയണം, അഥവാ STയെ കിട്ടിയില്ല, ST ഫോൺ എടുത്തില്ലെങ്കിൽ സദാശിവത്തോടൊന്ന് പറഞ്ഞു വെച്ചാൽ മതി, പുള്ളി അത് ചെയ്തു. അത് ഞാൻ ചെയ്യാം. അങ്ങനെ അമിത്ഷാ ഇടപെട്ട് ദിലീപിന് ജാമ്യം കിട്ടി. അതുകൊണ്ട് നിന്നില്ല. ഈ ബാലേന്ദ്രകുമാർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ പുള്ളി കംപ്ലീറ്റ് അങ്ങ് ഓപ്പറേറ്റ് ചെയ്തു. ഹി ഓൾസോ റെഫേർഡ് ടു ദ ദെൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മഞ്ചേരി ശ്രീധരൻ നായർ. ഹീ ഈസ് എ ക്ലോസ് ഫ്രണ്ട് ഓഫ് ഗവർണർ. ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് നേരെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മഞ്ചേരി ശ്രീധരൻ നായരോട് പറഞ്ഞു. ശ്രീധരൻ നായർ സദാശിവത്തിൻ്റെ ഒരു സുഹൃത്താണ്. സദാശിവത്തോട് പറഞ്ഞു, ഒന്നാണ് ശ്രീധരൻ നായരെ ഒന്ന് വിളിച്ച് പറഞ്ഞു കിട്ടാൻ ഒരു ബാക്കപ്പ് എന്നുള്ളത് എനിക്ക്. ഇല്ല, ഞാൻ STയോട് സംസാരിച്ചിട്ടുണ്ട്. പോരാ, ഒന്ന് ശ്രീധരൻ നായരോട് പറഞ്ഞു. ശ്രീധരൻ നായർ അവിടെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ വലിയ പ്രശ്നമാണല്ലോ. അങ്ങനെ സദാശിവൻ ശ്രീധരൻ നായരെ വിളിച്ചിട്ട്, മിസ്റ്റർ നായർ, ദിസ് ഈസ് മൈ മാൻ. ആര്? ബാലേന്ദ്രകുമാർ. ഈ സൈസ് ഏതോ ഒരു സിനിമാ നടൻ്റെ ഒരു കേസുണ്ടല്ലോ, അതിൽ ജാമ്യം കൊടുക്കണമെന്നാണ് ബാലൻ്റെ ആവശ്യം. ദിലീപിനെ ഒന്നും സദാശിവത്തിന് അറിയില്ല. ബട്ട് ബാലേന്ദ്രകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദാശിവത്തിന് വളരെ പ്രിയപ്പെട്ട ആളാണ്. വിട്ടില്ല പുള്ളി. അവിടെ കൊണ്ട് ഈ ഓപ്പറേഷൻ നിന്നില്ല. ബാലേന്ദ്രകുമാർ സെൻഡ് മെസ്സേജസ് സ്റ്റേറ്റിംഗ് ദാറ്റ് ഇൻ്റർവെൻഷൻ ഓഫ് മമ്മൂട്ടി, സുരേഷ് കുമാർ, കമൽഹാസൻ, ജയറാം, ആനാവൂർ നാഗപ്പൻ, കൂലിയക്കോടൻ കൃഷ്ണൻ നായർ, ഇത്രയും പേര്. ഇത് കൂടാതെ ശരവണൻ, ആരാന്നറിയാമോ? ക്ലാസ്മേറ്റ് ഓഫ് സൺ ഇൻ ലോ ഓഫ് ദ ദെൻ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ മിസ്റ്റർ O. പന്നീർസെൽവം. ആ പന്നീർസെൽവത്തിൻ്റെ മകളെ കല്യാണം കഴിച്ചവൻ്റെ ക്ലാസ്മേറ്റ് ശരവണൻ. അപ്പോൾ എത്ര പവർഫുള്ളാണെന്ന് ആലോചിച്ച് നോക്കുക. അവനും ഉണ്ടായിരുന്നു ഈ ബസ്സിൽ. ഇവരെല്ലാം കൂടെ ബസ് പിടിച്ചാണ് ദിലീപിന് ജാമ്യം എടുക്കാനായിട്ട് പോയത്. ആനാവൂർ നാഗപ്പനാണ് നേതാവ്. പോരെ, ആനാവൂർ നാഗപ്പന് വണ്ടിയൊക്കെ പിടിച്ച് കമൽഹാസൻ വന്ന് കാണുന്നു ആനാവൂർ നാഗപ്പന്. എന്താണ്? അല്ല, നമ്മുടെ ദിലീപിനൊരു ജാമ്യം വേണമെന്നൊക്കെ പറഞ്ഞ്, അത് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. പോരാ, ബാലേന്ദ്രകുമാർ എന്നെ വിളിച്ചു. ഞാൻ അപ്പം തന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത് ചെന്നൈയിൽ നിന്ന് ഇവിടെ വന്നതാണ്. ചേട്ടൻ അതിന് വേണ്ട ഏർപ്പാട് ചെയ്തു. ഇതാരാ എന്താണെന്ന് എനിക്ക് പിടിയില്ല. അത് നമുക്ക് പോവാം, നീ ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് മമ്മൂട്ടി വരുന്നത് ധൃതി പിടിച്ച് ആനാവൂർ നാഗപ്പനെ കാണാൻ. നാഗപ്പൻ ചേട്ടൻ ബാലേന്ദ്രകുമാർ വിളിച്ചു. വിളിച്ചിരുന്നു. ഇരിക്കുന്നത് ഇന്ന മാതിരിയാണ് കാര്യം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ കയറി സുരേഷ് കുമാർ, കമൽഹാസൻ, നാഗപ്പൻ, കോളിയക്കോട് കൃഷ്ണൻ നായർ, ഇതിനിടയ്ക്ക് ജയറാം, എല്ലാവരും കൂടെ അങ്ങോട്ടാണ്. ആ ബാലേന്ദ്രകുമാർ എന്നെയും വിളിച്ചു. ഞാനും കേട്ടും ഒന്ന് ഒതുങ്ങിയിരി ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലകുമാറും ജയറാമും വണ്ടിയിൽ കയറി. ഇങ്ങനെയാണ് ജാമ്യം കിട്ടിയത്. ജഡ്ജി ചോദിക്കുന്നത്, ഈ മനുഷ്യനെ എന്ത് ചെയ്യണം ഞാൻ? ഇയാളാണ് ദിലീപിനെതിരെ ഇയാളുള്ള മണ്ഡലത്തിനെല്ലാം പറയും. കാരണം പ്രോസിക്യൂഷൻ കേസുണ്ടായി കൊണ്ടുവന്നത് ഗൂഢാലോചന ഉണ്ട് എന്ന് ആരും അറിയാതിരിക്കാനായിട്ട് പൾസർ സുനിയും ദിലീപും തമ്മിൽ ഫോണിലോ നേരിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ മിണ്ടുന്നില്ല. മിടുക്കന്മാരാണ്. മിണ്ടുന്നില്ല എന്നുള്ള ഒറ്റ കാര്യം ഗൂഢാലോചനയുടെ തെളിവാണ്. ഇതാണ് പ്രോസിക്യൂഷൻ കൊണ്ടുവന്നത്. ബാലേന്ദ്രകുമാർ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈ പൾസർ സുനിയെ ഞാൻ ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അവർ തമ്മിൽ വർത്തമാനം പറയുന്നു, വാക്കേറ്റം നടത്തുന്നു, ഞാനിടയ്ക്ക് സമാധാനിപ്പിക്കുന്നു. പോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു, നമ്മളിങ്ങനെ വഴക്കിട്ടിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ സമാധാനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇയാളും മൊഴി കൊടുക്കുന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ്റെ സ്ഥിതി എന്തായി? ഇങ്ങനെ പ്രോസിക്യൂഷനെ സഹായിക്കാൻ കയറിയ കക്ഷിയാണ്. ഗൂഢാലോചന നിങ്ങളാരും തെളിയിക്കേണ്ട, ഞാൻ ഒറ്റയ്ക്ക് തെളിയിക്കാമെന്ന് പറഞ്ഞ് കയറിയിട്ടാണ് പ്രോസിക്യൂഷൻ്റെ പള്ളയ്ക്ക് കത്തി കയറ്റിയത് ബാലേന്ദ്രകുമാർ. ഈ കേസാണ് ഇട്ട് ഈ ന്യായീകരിച്ച് മെഴുകുന്നത് ഈ ടീമൊക്കെ. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു. ആ നടിക്ക് ഒരു ദുരനുഭവം ഉണ്ടായ സംശയമില്ല കാര്യത്തിൽ. അത് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. അത് ദിലീപ് എടുപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ ഉപദ്രവിക്കുന്നതിന് കയ്യും കണക്കും വേണ്ടി. അങ്ങേർക്ക് ശത്രുതയുണ്ടായിരുന്നു. ശരി, ശത്രുതയുണ്ടായിരുന്നുകൊണ്ട് ഈ കൊട്ടേഷൻ റേപ്പ് നടത്തുമാരെങ്കിലും. മാത്രമല്ല, അതിന് തെളിവ് വേണ്ടേ? ആബാദ് പ്ലാസയിൽ ദിലീപ് ഉണ്ടായിരുന്നു, പൾസർ സുനി ഉണ്ടായിരുന്നു. ശരി, ഉണ്ടായിരുന്നു. ഗൂഢാലോചന നടത്തി എന്നുള്ളതിന് തെളിവ് എവിടെ? സൗണ്ട് തോമ എന്നുള്ള സിനിമയുടെ സൈറ്റിൽ ദിലീപ് ഉണ്ടായിരുന്നു, പൾസർ സുനി ഉണ്ടായിരുന്നു. ശരി, ഉണ്ടായിരുന്നു. ആലുവ ശിവരാത്രിക്ക് ദിലീപ് ഉണ്ടായിരുന്നു, പൾസർ സുനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗൂഢാലോചന നടത്തി എന്നാകുന്നില്ലല്ലോ. സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ വെറുതെ തല്ലുവാങ്ങി.
ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ പോട്ടെ, അല്ലാതെ ഈ ബഹളം വെച്ച് ആൾക്കാരെ തോപ്പിക്കുന്ന ഒരു നല്ല കാര്യമൊന്നുമല്ല. എപ്പോൾ ഈ ജഡ്ജ്മെൻറ്റ് വായിക്കുമ്പോൾ കൂടുതലും ദിലീപിന് അനുകൂലമായിട്ടായിരിക്കും ജഡ്ജ്മെൻറ്റ് വരിക. അതുകൊണ്ടായിരിക്കും ഇവരാരും ജഡ്ജ്മെൻറ്റ് വായിക്കാത്തത്. അതെ, ജഡ്ജ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ കെട്ടിപ്പോക്കിയതൊക്കെ പൊളിഞ്ഞു പോകും. ഞാൻ പറഞ്ഞില്ല, മാർട്ടിൻ്റെ കേസ് എൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ്. ആ വീഡിയോയിൽ പറഞ്ഞ ഒരൊറ്റ കാര്യം മാർട്ടിൻ കോടതിയിൽ പറഞ്ഞിട്ടില്ല. അത് പറയണ്ടേ? വാസ്തവത്തിൽ ഇങ്ങനൊരു കേസേ നടന്നിട്ടില്ല. വേറെ ലാലാണ് ഗൂഢാലോചന ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ മാർട്ടിൻ ചെയ്യേണ്ടത് അപ്രൂവറായിട്ട്, മാപ്പസാക്ഷിയായിട്ട് മാറുക, എന്നിട്ട് ഫുൾ നരേറ്റീവ് നടത്തുക. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനും ചില തെളിവുകളൊക്കെ കൊടുക്കണം കേട്ടോ. പ്രാഥമികമായ ചില തെളിവുകളെങ്കിലും കൊടുക്കണം. ബാക്കി പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും. അതിന് പകരം ചുമ്മാ ലാലിൻ്റെ പേരിൽ അങ്ങേര് കുഴൽപ്പണക്കാരനാണ്, കള്ളക്കടത്തുകാരനാണ്, ഇതുമൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പേരുണ്ടാവും. എന്തും വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ. ലാലിനോട് അന്യഥാ ദേഷ്യമുള്ള ആൾക്കാർ ഇത് കിട്ടിക്കഴിയുമ്പോൾ കണ്ടില്ലേ മാർട്ടിൻ പറഞ്ഞു, അതൊക്കെ നടന്നു തന്നെയാണ്. ഇങ്ങനെ വരെ ആൾക്കാർ പറയുന്നുണ്ട്. ഈ കാറിൽ നിന്ന് കിട്ടി എന്നൊക്കെ പറയുന്ന സ്രവങ്ങൾ വേറെ എവിടെയെങ്കിലും വെച്ചാൽ അത് കൊണ്ടുവന്നിട്ട് ഈ സ്ത്രീയുടെ ശരീരത്തിൽ പുരട്ടിയതായിക്കൂടെ? എന്ത് ചെയ്യും, എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ്. ഇത് കാറിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ട് നമ്മളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് സാമ്പിൾ എടുത്തിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ സാമ്പിളും നമ്പർ ചെയ്ത് FSL അയച്ച് പിന്നെ DNA ടെസ്റ്റ് നടത്തി ഒക്കെ വന്ന സാധനങ്ങളാണ്. അവർ സത്യസന്ധമായിട്ട് 2 സാമ്പിളിൽ അവർ പറഞ്ഞു ഇതൊന്നും DNA ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് മാത്രം ക്വാണ്ടിറ്റി ഇല്ല, അത് കളഞ്ഞു. 2 ചില മൃഗരോമങ്ങൾ ഈ കാറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പല പട്ടിയോ പൂച്ചയോ ഒക്കെ ഓമനിക്കുന്ന പൂച്ചയൊക്കെ വണ്ടിയിൽ കയറ്റുമല്ലോ, അതിൽ നിന്ന് പൂച്ചയുടെ 2 രോമം നമുക്ക് അറിയാൻ പറ്റില്ല. മാസങ്ങളോളം ആ 3-4 രോമങ്ങൾ അവിടെ ഉണ്ടാവും. ഇവർ ഈ ഭൂതക്കണ്ണാടി വെച്ച് ഫോറൻസിക് ലാബുകാരൻ നോക്കുമ്പോഴാണ് ഇത് കറുത്ത പൂച്ചയാണ്, കറുത്ത രോമം. അത് അവർ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇത് അനിമൽ ഹെയർ ആണ്. ഹ്യൂമൻ ഹെയറും ഉണ്ടായിരുന്നു, തലയുടെയും മറ്റ് പല ഭാഗത്തിൻ്റെ ഒക്കെ കിടപ്പുണ്ടായിരുന്നു. ഇതെല്ലാം അവർ പരിശോധിച്ചതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് മാർട്ടിൻ പറഞ്ഞു കഴിഞ്ഞാൽ, അത് കോടതിയിൽ പറയാതെയും ഇരുന്നാൽ എന്താ വീഡിയോ? മാർട്ടിൻ എന്തായിരിക്കും അപ്പോൾ ഉദ്ദേശിക്കുന്നത്? മാർട്ടിൻ ഒന്നും ഉദ്ദേശിച്ച് അയാൾ ജയിലിലല്ലേ? അല്ല, ഉദ്ദേശിച്ചിരുന്നത് എന്തായിരിക്കും? വെറുതെ അന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച് ഹീറോ ആകാനായിട്ട്. പൾസർ സുനിയുടെ എത്ര വീഡിയോ ഉണ്ട്, ഓഡിയോയൊക്കെ ഉണ്ടല്ലോ. ആരും അത് എടുക്കുന്നില്ല. കാരണം എനിക്ക് പ്രയോജനപ്പെടുമെങ്കിലേ ഞാൻ ഈ വീഡിയോ എടുത്ത് ആഘോഷിക്കുകയുള്ളൂ. പ്രയോജനമില്ലാത്തത് വെച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഇവർ ന്യൂസ് മിനിറ്റ്, അതിൻ്റെ ധന്യ രാജേന്ദ്രൻ, അവർ ഈ കേസിൻ്റെ പ്രൊസീഡിങ്സ് നടക്കുന്നതിനിടയ്ക്ക് പൾസർ സുനിയുമായിട്ട് വലിയ അഭിമുഖം റെക്കോർഡ് ചെയ്തു. വിധി വന്നു കഴിഞ്ഞപ്പോൾ ഇത് അപ്ലോഡ് ചെയ്തു. എനിക്ക് അറിയാമല്ല എന്തിനാ അതൊരു മിസ്ചീഫല്ലേ. അന്ന് തന്നെ അവർ അപ്ലോഡ് ചെയ്യണമായിരുന്നു, അന്ന് ചെയ്തില്ല. അന്ന് ചെയ്താൽ പൾസർ സുനി കുഴപ്പത്തിലാവും ഇതുകൊണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പൾസർ സുനി ജയിലിലാണ്. ഇതുപോലത്തെ ഒരുപാട് മിസ്ചീഫ് സ്വന്തം ആർഗ്യുമെൻറ്റ് ജയിപ്പിക്കാനായിട്ട് ആൾക്കാർ ചെയ്യുന്നു. അതിലൊരു മിസ്ചീഫാണ് ഇയാളുടെ വീഡിയോ ഇപ്പോൾ റീഅപ്പിയർ ചെയ്തിരിക്കുന്നത്, മാർട്ടിൻ്റെ വീഡിയോ. അതിൽ കഥയൊന്നുമില്ല, അത് പഴയ വീഡിയോ ആണ്. ഈ പറഞ്ഞ കാര്യമൊന്നും കോടതിയിൽ വന്നിട്ടുമില്ല. ബട്ട് അതുകൊണ്ട് ദിലീപ് കുറ്റക്കാരനാണെന്ന് പറയരുത്. ഈ പലരുടെയും ആർഗ്യുമെൻ്റ് അങ്ങനെയാണ്. ഇന്ന കാര്യങ്ങൾ ജഡ്ജിക്ക് ഒരാളിൻ്റെ ഇനിഷ്യൽ തെറ്റി, ശരി തെറ്റി, അതുകൊണ്ട് ദിലീപ് കുറ്റക്കാരനാകുന്നില്ലല്ലോ. ഇങ്ങനെ ആർഗ്യൂ ചെയ്യരുത്. എന്തെങ്കിലും ഒരു പഴുത് ജഡ്ജ്മെൻറ്റിൽ കാണുക. അതുകൊണ്ട് ഈ ജഡ്ജ്മെൻറ്റ് മോശമാണ്, അതുകൊണ്ട് ദിലീപ് കുറ്റക്കാരനാണ്. ഇങ്ങനെ മൂക്കേ തൊടാൻ 3 വലത്ത് എന്നുള്ള ന്യായം അംഗീകരിക്കാൻ പറ്റില്ല. ഈ പൾസർ സുനിയുടെ ഒരു ഫോൺ കോൾ, ആരെയോ ഒരു പെൺകുട്ടിയെ വിളിച്ചൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പോലീസ് അന്വേഷണം നടത്തിയില്ല എന്ന് ജഡ്ജി പറഞ്ഞു. പക്ഷേ അന്വേഷണം നടത്തിയതിൻ്റെ ഡീറ്റെയിൽസ് ജഡ്ജ്മെൻറ്റിൽ ഉണ്ടായിരുന്നു. ഒരു വാദവും നടത്തിയെന്ന് തന്നെയാണ് പോലീസ് കോടതിയിൽ കൊടുത്ത മൊഴി. അവർ പറഞ്ഞു ഞങ്ങളത് അന്വേഷിച്ചു, ബട്ട് അതിന് ഈ കേസുമായിട്ട് ബന്ധമില്ല. ആ സ്ത്രീയുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് ഞങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് പുറത്ത് വിടുന്നുമില്ല. വിളിച്ചു എന്നുള്ളത് ശരിയാണ്, മെസ്സേജ് അയച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിന് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജഡ്ജി അതുപോലെ റെക്കോർഡ് ചെയ്തു. ജഡ്ജി പറഞ്ഞ ആ എക്സാക്ട് സെൻറ്റൻസ് എനിക്ക് ഓർമ്മ വരുന്നില്ല, പക്ഷേ
ജഡ്ജി പറഞ്ഞിരിക്കുന്നത് ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ അവരെ ഒരു സാക്ഷിയായിട്ട് വിസ്തരിച്ചിട്ട് ഈ കേസുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യത്തിന് വിളിച്ചതാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അല്ലാതെ പോലീസ് തന്നെ അത് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ കളയാൻ പാടില്ലായിരുന്നു. എന്ന് വെച്ചാൽ അതിലൊരു സംശയം വരുന്നതെന്ന് വെച്ചാൽ ഈ നടി പറഞ്ഞു, ആരുടെ കൊട്ടേഷനാണ് എന്ന് നടി ചോദിക്കുന്നു പർച്ചസിനെയോട്. അപ്പോൾ ഒരു ലേഡിയുടെ കൊട്ടേഷനാണ് എന്ന് പറയുന്നു. ആ ലേഡിയുടെ ആണ് പിന്നെ മാഡം എന്നൊക്കെ പറഞ്ഞ് കിടന്ന് വെള്ളം വെച്ചത്. അപ്പോൾ ആ ലേഡി ഇതായിക്കൂടെ, ഇതാണ് ജഡ്ജിയുടെ ചോദ്യം. പോലീസ് പറഞ്ഞു ആകാം, ഇതല്ല എന്ന് ഞങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്, ഞങ്ങളാണല്ലോ പ്രോസിക്യൂഷൻ. അപ്പം ഞങ്ങൾക്ക് ഉറപ്പാണ് ഈ കുറ്റകൃത്യവുമായിട്ട് ആ ഫോൺ കോളിന് യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്തിന് വെറുതെ അവർ ഈ പല രീതിയിൽ പല കാര്യങ്ങൾ പോലീസിൻ്റെ കയ്യിൽ കിട്ടും. ഇപ്പോൾ പോലീസുകാർ പുറത്തുവിടേണ്ട ഇൻഫർമേഷനെ പറ്റി പഴയ ഒരു കഥയുണ്ട്. എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ ഒരു പെൺകുട്ടിയുടെ മാല പൊട്ടിച്ചുകൊണ്ട് ഓടിയ കള്ളനെ പോലീസുകാർ ഓടിച്ചിട്ട് പിടിച്ചു. ഇതാണ് വാർത്ത. വാസ്തവത്തിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഒരു കാമുകനുമായിട്ട് സംസാരിച്ച് സ്വയം മറന്നിരിക്കുകയായിരുന്നു. ഇത് കള്ളനറിയാമോ? മറൈൻ ഡ്രൈവിൽ ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം ഇതിങ്ങനെ മതിമറന്നിരിക്കുകയാണ് രണ്ടുപേരും. അപ്പോൾ കഴുത്തിൽ ഒരു വിരലിട്ട് അത് പൊട്ടിച്ച് അവർ സ്കില്ലുണ്ടല്ലോ അവർക്ക്. അപ്പോൾ പോലീസുകാർക്ക് കൊടുക്കുന്ന നിർദ്ദേശം മാല പൊട്ടിച്ചോടിയ കള്ളനെ പിടിച്ചു എന്നേ നിങ്ങൾ പറയാവുള്ളൂ. അല്ലാതെ കാമുകനുമായി സല്ലപിച്ച് സ്വയം മറന്ന പെൺകുട്ടിയുടെ മാല കള്ളൻ പൊട്ടിച്ചെടുത്തു എന്ന് പറയരുത്. ആ പെൺകുട്ടിക്കൊരു മാനമുണ്ട്. അല്ല അത് ചെറുക്കൻ്റെ കൂടെ അവിടെ ഇരുന്ന് ഇതല്ലേ, ആ ന്യായം എടുക്കരുത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രൈവസി, പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ, അത് കീപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ ആൾക്കാർ കേസ് അന്വേഷണത്തിനിടയ്ക്ക് പലരുടെയും പ്രൈവറ്റ് കാര്യങ്ങൾ കയ്യിൽ തടയും. ഒരു വീട് സെർച്ച് ചെയ്യുന്നു, അവിടുത്തെ പെൺകുട്ടിക്ക് ലവർ അയച്ച മെസ്സേജ് അല്ലെങ്കിൽ കാർഡ് വല്ല സമ്മാനം, ഇത് കാണുമ്പോൾ പോലീസുകാർക്ക് അറിയാം ഇങ്ങനെയാണ്. അത് പുറത്ത് പറയാമോ? പാടില്ല. സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ സാധനങ്ങൾ കോടതിയിൽ ഹാജരാക്കണ്ടേ, ഇതെന്തുകൊണ്ട് ഹാജരാക്കിയില്ല? അത് ആ പെൺകുട്ടിയുടെ പ്രൈവസി ആയതുകൊണ്ട് ഹാജരാക്കിയില്ല. അപ്പോൾ പെൺകുട്ടിയുടെ അച്ഛനോട് പറയും, ഞങ്ങൾ മേശയും ഇതൊക്കെ പരിശോധിച്ച് കുറേ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ, കൊച്ചിൻ്റെ പുറത്തൊരു നോട്ടം വേണം. എന്താ സാറേ അത്? അതവിടെ വെച്ചിട്ടുണ്ട് മേശപ്പുറത്ത്, നോക്കിക്കോ. അത് ലോ ടോണിൽ പറഞ്ഞിട്ട് പോലീസുകാർ പോകും. അതൊക്കെ അവർ ചെയ്യേണ്ടതാണ്. ഈ പോലീസുകാരെല്ലാം കള്ളന്മാരാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അവർക്ക് അമ്മയും സഹോദരിയും ഭാര്യയും ഒക്കെ ഉള്ളവരാണ്. അവർ ഒരുപാട് പേര്, ഭൂരിഭാഗം പേരും ഇതൊക്കെ നോക്കിയും കണ്ടും പെരുമാറുന്നവരാണ്. പിന്നെ എല്ലായിടത്തും ഈ ദുഷ്ടശക്തികളുള്ള പോലെ പോലീസിന് കൊണ്ട് പൈസ വാങ്ങുന്നവർ, ക്രൂരന്മാർ, തല്ലുന്നവർ, അത് ഇതൊക്കെയാണ്. സോ ആ കാറ്റഗറിയിലാണ് അവർ ഈ ശ്രീലക്ഷ്മി എന്ന ആ കഥാപാത്രത്തെ പെടുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആരെങ്കിലും ആവശ്യപ്പെടുകയോ ഐ ഡോണ്ട് നോ, ബട്ട് ഇല്ലയെന്ന് തോന്നുന്നു. ദാറ്റ് ചാപ്റ്റർ ഈസ് ഓവർ.